വലിയ രാഷ്ട്രീയ പ്രതികരണത്തിലേക്ക് വി ശിവൻകുട്ടി. CPM ഉള്ള ചർച്ചയ്ക്ക് ഒരു അന്യായത്തിന്റെ സമവായത്തിന്റെ പാത ഉണ്ടായോ? ഞാൻ പ്രതികരിക്കുന്നില്ല. ഇപ്പോ ഞാൻ വൈകുന്നേരം പറ്റുമോ സംസാരിക്കാം. ഞാൻ ബിനോയ് വിശ്വ സഖാവിനെ കാണാൻ വന്നു. GRL മന്ത്രി ഉണ്ടായിരുന്നു. ഞങ്ങൾ ചില ഈ PM ശ്രീയിൽ ഒപ്പുവെച്ചുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്ത കാര്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. പോസിറ്റീവാണോ? എല്ലാ പ്രശ്നങ്ങളും തീരും. ഒന്നും പറഞ്ഞില്ല. പ്രത്യേകിച്ച് ബിനോയ് വിശ്വ സഖാവിനെ കാണാൻ വന്നു, കണ്ടു പോകുന്നു. ഇതാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം. CPI ആസ്ഥാനത്തേക്ക് ഒരു CPMന്റെ മന്ത്രി, ഒരു പ്രധാനപ്പെട്ട നേതാവ് ഒരു ചർച്ചയ്ക്ക് പരസ്യമായി എത്തുന്നത്. ഇനി രഹസ്യമായി പലരും പോയിട്ടുണ്ടാകാം, അക്കാര്യത്തെക്കുറിച്ച് നമുക്കറിയില്ല. പക്ഷെ പരസ്യമായി ഒരാൾ പോകുന്നത്, പ്രധാനപ്പെട്ട നേതാവ് പോകുന്നത്, ഇത് സമീപകാലത്ത് ആദ്യത്തെ സംഭവമാണ്. മന്ത്രി വി ശിവൻകുട്ടി CPI ആസ്ഥാനത്തേക്ക് MN സ്മാരകത്തിലേക്ക് എത്തി, ബിനോയ് വിശ്വമായി സംസാരിച്ചു. അതിനുശേഷം പുറത്തേക്ക് വന്നു. മന്ത്രി GR അനിൽ രൂക്ഷമായ ഭാഷയിൽ മന്ത്രിസഭയെയും CPM ഇരുട്ടിൽ നിർത്തി എന്ന പരസ്യ പ്രതികരണം നടത്തിയ GR അനിലും ഒപ്പമുണ്ടായിരുന്നു. അദ്ദേഹവും ഒന്നും പ്രതികരിച്ചില്ല. ശിവൻകുട്ടിയും പ്രത്യേകമായി ഒന്നും പറഞ്ഞില്ല. AK സ്റ്റെഫിൻ ചർച്ച കഴിഞ്ഞു, പുറത്തേക്ക് വന്നു, സംസാരിച്ചു പോകുന്നു എന്നതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. പക്ഷേ എന്താണ് നടന്നത് എന്ന കാര്യത്തിൽ എന്തെങ്കിലും സൂചനയുണ്ടോ? ചർച്ച പൂർത്തിയായിരിക്കുന്നു. വിദ്യാഭ്യാസ ചർച്ച കഴിഞ്ഞ് ഏതായാലും മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. ഏതായാലും CPMനെ സംബന്ധിച്ചിടത്തോളം CPI അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ നേരിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയത്. പക്ഷേ ഇപ്പോഴും ഒരു പ്രശ്നപരിഹാരമായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. കാരണം ചർച്ച ചെയ്തിട്ടുണ്ട്, എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെന്ന ഒറ്റ വാക്ക് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും തന്നെ പ്രതികരിക്കുന്നതിന് വേണ്ടി തയ്യാറായില്ല. നമ്മൾ ചോദിച്ചിരുന്നു, ഈ ധാരണാപത്രം ഒപ്പിട്ടതിൽ നിന്ന് പിന്മാറുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിലൊന്നും തന്നെ മറുപടി പറയുന്നില്ല. CPI ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അതാണ്. ഈ ധാരണാപത്രവുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല, അതിൽ നിന്ന് പിന്മാറണം എന്നുള്ളതാണ് ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള പ്രകാശ് ബാബു പറഞ്ഞത്. CPIയുടെ ഒരു നിലപാട് ഏതായാലും ആ രീതിയിൽ തന്നെ കഠിനമായി തുടരുകയാണ്. അപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം ഇനി എങ്ങനെ ഇവരെ അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നൊരു പ്രതിസന്ധി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ കാര്യങ്ങൾ ധരിപ്പിക്കുക എന്നുള്ളതാണ് CPM ഇപ്പോൾ മുന്നിൽ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കി കഴിഞ്ഞാൽ പോലും CPI ആരോപിക്കുന്നത് പോലെ അതൊരു വർഗീയ അജണ്ട നടപ്പാക്കലോ RSS അജണ്ട നടപ്പാക്കലോ ഒന്നുമായി മാറില്ല. മറിച്ച് സംസ്ഥാനത്തിന് കൂടുതൽ കേന്ദ്ര ഫണ്ട് ലഭിക്കുന്ന ഒരു പദ്ധതി മാത്രമായിട്ട് അത് നിലനിൽക്കും. കേന്ദ്ര സർക്കാരിന്റെ കരിക്കുലം പ്രകാരം, സിലബസ് പ്രകാരമുള്ള പഠനമേ അവിടെ നടക്കുകയുള്ളൂ എന്നുള്ള കാര്യമൊക്കെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി CPIയുടെ സംസ്ഥാന സെക്രട്ടറി ധരിപ്പിച്ചിരിക്കുന്നത്. ഇനി ഏതായാലും കൂടുതൽ പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന്